ഒരു സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീയത. പുരുഷനേക്കാൾ കൂടുതൽ ഭക്തി സ്ത്രീകൾക്കുണ്ടാവണം. വീട്ടിൽ മക്കളെക്കാളും ഭർത്താവിനേക്കാളൊക്കെ ഏറ്റവും ഇബാദത്ത്, ആരാധന അത് ഉമ്മയ്ക്കുണ്ടാവണം, നമ്മുടെ ഭാര്യയ്ക്കുണ്ടാവണം. ധാരാളം ഖുർആൻ ഓതുന്ന ഒരു സ്ത്രീ, നിസ്കരിക്കുന്ന സ്ത്രീ, നോമ്പനുഷ്ഠിക്കുന്ന, രാവിലെ നേരത്തെ എണീറ്റ് സുബഹി നിസ്കരിക്കുന്ന ഭാര്യ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, ശേഷം ഭർത്താവിനും മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഭർത്താവിനെയും മക്കളെയൊക്കെ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു ഉമ്മ ആ വീടിൻ്റെ ഐശ്വര്യമാണ്. പക്ഷെ പലപ്പോഴും ഇന്ന് നമ്മുടെ സഹോദരിമാർ ഇതിലൊക്കെ ബാക്കിലാണ്. നേരം വെളുത്താലും വീണ്ടും കിടന്നുറങ്ങുകയാണ്, സുബഹി നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, നേരത്തെ എഴുന്നേൽക്കുന്ന, വക്തിന് നിസ്കരിക്കുന്ന, സ്വലാത്ത് ചെല്ലുന്ന, വിക്ർ ചെല്ലുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന സഹോദരിമാർ, ഉമ്മമാർ, അങ്ങനെയുള്ള ഭാര്യ, അവരാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. കൗൺസിലിംഗ് കേവലം ഒരു ഉപദേശമാണ് എന്ന് ധരിച്ചു വെച്ച ആളുകളുണ്ട്. മറ്റൊരു വിഭാഗം കൗൺസിലിങ്ങിന് പോകുമ്പോൾ എന്നെ ആളുകൾ ഒരു മാനസിക രോഗിയായി വിലയിരുത്തുമോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഒരു കൗൺസിലിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ എനിക്കതിന് മാനസിക രോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാനസിക രോഗികൾക്ക്, ഭ്രാന്തന്മാർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. എന്നാൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. നമുക്ക് പാസ്റ്റിൽ അല്ലെങ്കിൽ നിലവിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലംസ്, നമുക്കുണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്വഭാവ പെരുമാറ്റ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, ടെൻഷൻ, ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഇൻസിഡൻറ്റുകൾ, അതുമൂലം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ നോർമലായ ആളുകൾക്ക് തന്നെ ഒരു പരിഹാരം വേണം എന്ന് മനസ്സിലാകുകയും സ്വന്തമായിട്ട് പരിഹാരം തേടാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ സൈക്കോളജി പഠിച്ച, ശാസ്ത്രീയമായി 3 വർഷം ഡിഗ്രിയും 2 വർഷം PG പഠിക്കണം ചുരുങ്ങിയത്, അങ്ങനെ അത് പഠിച്ച ആളുകളുടെ ഒരു സഹായം തേടലാണ് കൗൺസിലിംഗ്. അത് ഉപദേശിക്കലല്ല, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് ആ പരിഹാര മാർഗം തേടി അവർക്ക് ഇനിയുള്ള ജീവിതം, പാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു, പ്രസൻറ്റിൽ ഇതൊക്കെ മാറ്റിയിട്ട് ഫ്യൂച്ചറിൽ, ഭാവിയിൽ സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കലാണ് കൗൺസിലിംഗ്.